ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ അലോവേറ എന്ന ആ ഒരു അത്ഭുത സസ്യത്തെ പറ്റിയിട്ടും അലോവേറയിൽ നിന്നും നമ്മൾ യുണിബിസ് കമ്പനി തയ്യാറാക്കിയിട്ടുള്ള യുണിപ്ലസ് ആലോവേറ ജ്യൂസ് അതിനെ പറ്റിയിട്ടുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അലോവേറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 5000 വർഷം മുന്നേ മുതൽക്ക് തന്നെ നമ്മളുടെ പൂർവ്വകാലത്ത് നമ്മുടെ ഇവിടുത്തെ ഋഷിമാരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ ആയുർവേദമായിട്ടും ഇവിടെ നമ്മുടെ ഭാരതത്തിൽ ആയുർവേദത്തിൽ ആലുവേറ ഉപയോഗിക്കുന്നുണ്ട്. അതിന് സംസ്കൃതത്തിൽ കുമാരി എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മൾ മാത്രമല്ല, ഈജിപ്ഷ്യൻ കൾച്ചർ പ്രകാരം, അതായത് ഈജിപ്തിലെ ഫറോ രാജാക്കന്മാർ, അതായത് അവരുടെ ശവശരീരം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈജിപ്തിലെ വലിയ ഫറോസിൻ്റെ ഇത് അത് നമ്മൾ സംസ്കരിക്കുന്ന സമയത്ത് അവിടെ അവരൊരു വിശ്വാസമാണ്, ഒരു മിത്താണ്. അലോ ലീഫ് അതിൻ്റെ കൂടെ അവർ അതിൽ സംസ്കാരത്തിൽ അവിടെ എടുത്തു വെക്കും. കാരണം വേറെ ഒന്നുമല്ല, ഈ അലോവേറയ്ക്ക് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് വരെ ഉണ്ട് എന്നാണ് ഈജിപ്ഷ്യൻസ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ മമ്മീസിൽ, അതായത് ആ ശവം അടക്കിയിട്ടുള്ള അതിൽ അലോവേറ ലീവ്സ് വെച്ചിരുന്നു. അവർക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ആരോഗ്യം കിട്ടാനും അല്ലെങ്കിൽ പുനർജനി. ഇനി അതുകൂടാതെ ഇറാനിയൻസ്, പേഴ്സിയൻസ്, അവർ 2500 വർഷം മുന്നേ മുതൽക്ക് തന്നെ അവർ അലോവേറ അവരുടെ ഭക്ഷണത്തിൽ അവർ ഉപയോഗിച്ചിരുന്നു. പല അസുഖങ്ങളെയും അവർ അലോവേറ ഉപയോഗിച്ചിട്ടാണ്, അഥവാ കറ്റാർവാഴ ഉപയോഗിച്ചുകൊണ്ടാണ് അവരതിന് ആശ്വാസം കണ്ടെത്തിയിരുന്നത്. ഇനി സയൻറ്റിഫിക്കായിട്ട് മോഡേൺ മെഡിസിനിലും പറയുന്നത്, കറ്റാർവാഴയെ പറ്റി പറയുന്നത്, അതിൽ അടങ്ങിയിട്ടുള്ള അലോവെയിൻ എന്ന് പറയുന്ന അത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള, പ്രത്യേകിച്ചും സംസ്കൃതത്തിൽ നമ്മൾ പറയുമ്പോൾ ആയുർവേദത്തിൽ പിത്തദോഷം, വാതദോഷം, കഫദോഷം, അപ്പം ഇത് മൂന്നും ബാലൻസ്ഡ് ആവുമ്പോഴാണ് ഹെൽത്തി ആയിട്ട് മാറുന്നത്. അതിൽ പിത്തം എന്ന് പറയുന്നത് അഗ്നി, അതാണ് ഉദ്ദേശിക്കുന്നത്, ഫയർ. അതായത് കറ്റാർവാഴയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എന്താണ്, അത് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുണ്ടാകുന്ന എന്തൊരു പൊള്ളലിനെയും, ബേണിങ്സ്, ഏത് തരത്തിലുള്ള ബേൺ വന്നു കഴിഞ്ഞാലും അതിനെ ഹീൽ ചെയ്യാനായിട്ട്, അതിനെ ആശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ബേൺസും, അതായത് പ്രത്യേകിച്ചും നമുക്ക് ഈ ഗ്യാസ്ട്രിക് അൾസർ വരിക, ഗ്യാസ്ട്രൈറ്റീസ് പോലത്തെ പ്രശ്നങ്ങൾ വരിക, അതുപോലെ നെഞ്ചിരിച്ചിൽ പോലത്തെ പ്രശ്നങ്ങൾ വരിക, ഇതിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളതാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ചർമ്മ രോഗങ്ങൾ തടയാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, വയറ് സംബന്ധമായ ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകൾക്കും, പ്രത്യേകിച്ചും ഗ്യാസ്ട്രിക് അൾസറുള്ള ആളുകളാണെങ്കിൽ അവരതിൻ്റെ മെഡിക്കേഷൻ്റെ കൂടെ കറ്റാർവാഴ കൂടി, അതായത് അലോവേറ ജ്യൂസ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ അസുഖത്തിൻ്റെ മാറ്റം, അഥവാ അതിൻ്റെ ഹീലിംഗ് ടൈം മെഡിസിൻ മാത്രം ഉപയോഗിക്കുന്നതിൻ്റെ നേർപകുതി സമയം കൊണ്ട് അത് സാധിക്കുന്നുണ്ട് എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഇറാനിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വെബ്സൈറ്റിൽ കിട്ടും. ഒരു 30 പേരിൽ അവർ ഈ ഒരു പഠനം നടത്തി, മെഡിസിൻ മാത്രം ഉപയോഗിച്ചവരും അതുപോലെ തന്നെ കറ്റാർവാഴ കൊടുത്തിട്ടുള്ള ആളുകളിലും. അപ്പോൾ അതിൽ മെഡിസിൻ മാത്രം ഉപയോഗിച്ചവരേക്കാൾ വളരെ പെട്ടെന്ന് നേർപകുതി സമയം കൊണ്ട് തന്നെ കറ്റാർവാഴയും മെഡിസിനും കൂടി ഉപയോഗിച്ചവർക്ക് അവരുടെ അസുഖത്തിന് ഹീൽ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഇറാൻ്റെ ഒരു പഠനത്തിൽ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ കാര്യം. ഇനി അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഗാൾ ബ്ലേഡർ അഥവാ പിത്തസഞ്ചിയായിട്ട് ഉള്ള പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് ആശ്വാസം കണ്ടെത്താനും, നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസിൻ്റെ ഫങ്ഷനിങ് സുഖകരമാക്കാനും കറ്റാർവാഴയ്ക്ക് വളരെയധികം കഴിവുണ്ട്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പിത്തത്തിനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിത്തത്തിനെ ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പിത്തവുമായിട്ട് ബന്ധപ്പെട്ട ഓർഗൻസിനെയൊക്കെ നമുക്ക് വലിയ അളവിൽ അതിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് കറ്റാർവാഴയ്ക്ക് കഴിയുന്നത്. ഇനി അത് മാത്രമല്ല, നമുക്ക് അലോവേറ എന്ന് പറയുന്നത് ഡൈജഷൻ സിസ്റ്റത്തിനെ തന്നെ കൂളാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു മെഡിക്കൽ കമ്പോണൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അലോവിൻ, അതാണ് അതിന് മോഡേൺ സയൻസ് പറയുന്നത്. അതിൻ്റെ ഗുണങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി ഇതിലടങ്ങിയിട്ടുള്ള ഷുഗർ, അതായത് പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്, അത് അലോവേറയിൽ അടങ്ങിയിട്ടുള്ള ഷുഗറാണത്. അത് നമുക്ക് പ്രമേഹ രോഗത്തിനൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇറ്റ്സ് ആക്ച്വലി ഹെൽപ്പിംഗ് ഹീലിംഗ് എന്താണ്
പലതരത്തിലുള്ള ഓൾ ടൈപ്പ് ഓഫ് ബേണിങ്സിനെയും പൊള്ളലുകളെയും അത് ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അതിനെയൊക്കെ തടയാനായിട്ട് മിക്കവാറും ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, പ്രത്യേകിച്ചും ടൈമിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഹൈ ലെവൽ സ്ട്രെസ്സ്, ഇതൊക്കെ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന് കാരണങ്ങളുണ്ടാക്കും. അതിനൊക്കെ വലിയ അളവിലുള്ള ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. ഇനി സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെൻസ്ട്രുവൽ ഡിസോർഡേഴ്സ്, അത്തരം ആളുകൾക്ക് അതിൽ നിന്നും ഒരു മോചനം കിട്ടാനായിട്ട് അലോവേറ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. മാത്രമല്ല യൂട്രസിൻ്റെ ആരോഗ്യത്തിന് കറ്റാർവാഴ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓവർ വെയ്റ്റ് അഥവാ ഒബിസിറ്റി ഉള്ള ആളുകൾക്ക് കറ്റാർവാഴ കൊടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്, നമ്മുടെ അമിതവണ്ണം തടയുന്നതിന്. അതുപോലെ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷനുള്ള ആളുകൾക്കും കറ്റാർവാഴ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സ്ത്രീകളിലെ യൂട്രസിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും കറ്റാർവാഴയ്ക്ക് കഴിയുന്നുണ്ട്. കറ്റാർവാഴയുടെ മറ്റൊരു പ്രത്യേകത, ഇതൊരു ആക്ടിവേറ്റീവ് ലിവർ എൻസൈം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലിവർ ഫങ്ഷനിൽ വരുന്ന എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കറ്റാർവാഴയ്ക്ക് കഴിയും. അതുകൊണ്ട് ഫാറ്റി ലിവർ അതുപോലെയുള്ള പ്രശ്നങ്ങൾ, കരൾ രോഗങ്ങൾ, അത്തരം ആളുകൾക്കും ഈ കറ്റാർവാഴ ജ്യൂസ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാൻസർ പോലത്തെ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ കറ്റാർവാഴയ്ക്ക് വളരെയധികം ഫലം ചെയ്യുന്നുണ്ടെന്ന് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ക്യാൻസർ സെല്ലുകളെ, നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ അതിവേഗം ഉണ്ടാകുന്നതിനെ തടയുന്നതിനായിട്ട് കറ്റാർവാഴയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡെയിലി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറ്റാർവാഴ നമ്മൾ ഡെയിലി കൃത്യമായിട്ട് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കുന്നത് ആണ് ഉത്തമം. പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെ കറ്റാർവാഴ കൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായ പ്രൊപ്പോർഷനിൽ കഴിക്കാനോ അത് ശുദ്ധീകരിച്ച് അതൊന്നും പ്രായോഗികമായിട്ട് പലർക്കും സാധിക്കാറില്ല. പക്ഷേ നമ്മൾ എത്ര ഇതുണ്ടെങ്കിലും അതിനാണ് യൂണിപ്ലസിൻ്റെ, അതായത് യൂണിബിസിൻ്റെ യൂണിപ്ലസ് അലോവേറ ജ്യൂസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് യാത്ര ചെയ്യുമ്പോഴും കയ്യിൽ പിടിക്കാം, വീട്ടിലാണെങ്കിലും ഉപയോഗിക്കാം. സ്റ്റൊമക്ക് സംബന്ധമായ ഒട്ടുമിക്ക പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെയും കറ്റാർവാഴ ജ്യൂസ് വളരെയധികം ഗുണം ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഹൃദയാരോഗ്യത്തിനും കരളിൻ്റെ ആരോഗ്യത്തിനും ആമാശയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ കറ്റാർവാഴ ഗുണം ചെയ്യുന്നതാണ്. ഇത് ധാരാളം മിനറൽസും ഇതൊക്കെ അടങ്ങിയത് കൊണ്ടാണ് കറ്റാർവാഴ ജ്യൂസ് നമ്മുടെ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ കറ്റാർവാഴ ജ്യൂസ് വാങ്ങിച്ച് കഴിക്കുക ഫാമിലിയിൽ. അതായത് ഒരു എബവ് 5 ഇയേഴ്സ്, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുതിർന്നവർക്ക് ഒരു 30 മില്ലി വൺ ടൈം ആവശ്യമുള്ളൂ. ഏറ്റവും ബെസ്റ്റ് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതാണ്. ഇനി ഇത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അസുഖങ്ങളുള്ള ആളുകൾ, അതായത് പൈൽസ്, ഫിഷർ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ഇത് കഴിക്കുന്നത് ഒഴിവാക്കുക, കറ്റാർവാഴ ജ്യൂസ് കഴിക്കുന്നത്. അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിലും അവരിത് കഴിക്കുന്നത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കറ്റാർവാഴ ജ്യൂസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.